പുള്ളിക്കാരൻ ത്രൂ ഔട്ട് വേറെ ലെവലാണ്. ഇതൊരു ബയോപിക് ആണ്, പക്ഷേ നമുക്ക് ഒരു സെക്കൻഡ് പോലും നമുക്ക് ഇന്ന ആളുടെ കഥയാണെന്നോ ഇന്ന പോലെ ആണെന്നോ നമുക്ക് തോന്നില്ല. സ്ക്രീനിൽ നമുക്ക് ഡി ക്യുവിൻ്റെ പെർഫോമൻസ് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. റാണയുടെ ആയാലും സമുദ്രക്കനി ആയാലും ഹീറോയിൻ്റെ ആയാലും ഒരു സെക്കൻഡ് തരത്തിൽ പോലും നമുക്ക് വേറൊരു ആളാണ് സമുദ്രക്കനി എന്നൊരാളാണെന്ന് പോലും നമുക്ക് തോന്നില്ല. അതിനകത്ത് അയ്യ എന്ന ക്യാരക്ടറിലെ നമുക്ക് നിൽക്കാൻ പറ്റത്തുള്ളൂ. അപ്പം തുടങ്ങുന്ന തൊട്ട് തീരുന്നിടം വരെ നമ്മളവിടെ പെർഫോമൻസിലേ നിൽക്കത്തുള്ളൂ. വേറെ ലെവലാണ്. ഇപ്പോൾ പഴയ കാലത്തെ മദ്രാസ് സെറ്റുകൾ നമ്മൾ ഷൂട്ടിങ്ങുകൾ ഇങ്ങനെയൊക്കെയാണെന്നോ അത് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നമ്മൾ ശരിക്കും പീരിയഡ് ഫിലിം അങ്ങനത്തെ ഫിലിമുകൾ കാണുമ്പോൾ നമുക്ക് ഫസ്റ്റ് മൈൻഡ് വരുന്നത് ഇരുവറായിരിക്കും. ലാലേട്ടൻ്റെ ആ ലെവൽ പെർഫോമൻസ് ഉള്ള പടങ്ങളായിരുന്നു അന്നത്തെ. അതേ മൈൻഡ് വരത്തുള്ളൂ. പക്ഷേ ഇനിയിപ്പോൾ മോഡേൺ ഇപ്പോഴത്തെ പിള്ളേരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഫിലിം കണ്ടതിന് ശേഷം കാന്തയായിരിക്കും മൈൻഡ് വരാൻ ചാൻസ് ഉണ്ടാകുക. കാരണം അതേപോലെയാണ് മേക്ക് ചെയ്തത്. മ്യൂസിക് ആവട്ടെ, പെർഫോമൻസ് ആവട്ടെ, ആർട്ടാവട്ടെ, ഫിലിമോഗ്രഫി ആവട്ടെ, ഗംഭീരം, ഒന്നിനൊന്നിനും മെച്ചമാണ്. അപ്പോൾ തിയേറ്ററിൽ നിങ്ങൾ ടിക്കറ്റ് എടുക്കുന്ന കാശ് വർത്താണെന്ന് ഞാൻ പറഞ്ഞത്. നിങ്ങൾ വേറെ ആരും പറയുന്നത് ഞാൻ പറയുന്നത് കേൾക്കണം. നിങ്ങൾ എടുക്കുന്ന ടിക്കറ്റ് വർത്താണോ ജസ്റ്റ് ചുമ്മാ ഒന്ന് എടുത്ത് നോക്കി, ഇഷ്ടപ്പെടാതിരിക്കത്തില്ല. അതിലുള്ള എല്ലാം ഉണ്ട് അതിനകത്ത്.